എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് അതായത് സെപ്റ്റംബർ 27-ാം തീയതി 2:40 കൂടിയിട്ട് കേരള പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരികയാണ്. ആ കോൾ വിളിച്ച വ്യക്തി പറഞ്ഞത് തൃശൂർ മാപ്രാണത്തെ ATM കൗണ്ടർ കൊള്ളയടിക്കപ്പെട്ട നിലയിൽ കണ്ടു എന്നുള്ളതാണ്. ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ നിന്നും ഈ വിവരം തൃശൂർ പോലീസിനെ അറിയിക്കുകയും തൃശൂർ പോലീസ് ഈ പറഞ്ഞ ATMലേക്ക് ഉടനടി എത്തുകയും ചെയ്തതാണ്. ആ പോലീസുകാർക്ക് അവിടെ കാണാൻ പറ്റിയത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച നിലയിൽ ഈ ATM കൊള്ളയടിക്കപ്പെട്ട നിലയിൽ തന്നെയായിരുന്നു. കൃത്യമായിട്ട് ആ ഒരു വിവരം വിളിച്ചറിയിച്ച വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ATM കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഈ ഒരു കൊള്ള നടന്നിരിക്കുന്നത് കൃത്യം 2:30 കൂടിയിട്ടാണ് ഈ ഒരു കൊള്ള നടന്നിരിക്കുന്നത് എന്നാണ്. ഇക്കാലത്ത് കേരളം പോലൊരു സംസ്ഥാനത്ത് ATM കൊള്ള നടക്കുക എന്ന് പറയുന്നത് വളരെയേറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ATM കൊള്ളയടിക്കുക അത്ര നിസ്സാരമല്ല. മാത്രമല്ല, ആരെങ്കിലും അവിടെ കൂടെ പാസീവ് ആണെങ്കിൽ പെട്ടെന്ന്, അതായത് പബ്ലിക്കിന് കാണാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കും ഒരു ATM ഉള്ളത്, റോഡ് സൈഡിലായിരിക്കും, ആരെങ്കിലൊക്കെ കണ്ട് റിപ്പോർട്ട് ചെയ്യത്തില്ല, അറിയത്തില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. എന്തായാലും അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ എത്തിയ പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ ATM കൊള്ളയടിച്ചിരിക്കുന്നത് ഏതെങ്കിലും ലോക്കൽ കള്ളന്മാരൊന്നുമല്ല, വളരെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കൊള്ള സംഘമാണ്. ATMൽ പൈസ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചേമ്പർ ഉണ്ട്, അതിന് ഓരോ ഘട്ടങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എല്ലാം വിദഗ്ധമായിട്ട് അവർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ല CCTV സ്പ്രേ പെയിന്റ്, കറുത്ത സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് അത് CCTVയിൽ സ്പ്രേ ചെയ്ത് അത് മറച്ചിട്ടുണ്ട്. ഈ വന്ന സംഘം മുഖം മൂടി ധരിച്ചാണ് വന്നത്. വന്ന കാറാകട്ടെ വ്യാജ നമ്പരുമുള്ള ഒരു ക്രിസ്റ്റ കാറുമായിരുന്നു അല്ലേ. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റ് മേലുദ്യോഗസ്ഥരെയും മറ്റ് സംഘങ്ങളെയൊക്കെ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഫോക്കസ് ഈ മാപ്രാണത്തുള്ള ATMലേക്കായിരുന്നു അല്ലേ. അപ്പോൾ കൊള്ളസംഘം ഉടൻ തന്നെ അവിടുന്ന് രക്ഷപ്പെടുമെന്നായിരിക്കാം പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവിടുന്ന് ആ കൊള്ളസംഘം അതേ കാറിൽ പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ടൗണിലേക്കായിരുന്നു. തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള മറ്റൊരു ATMൽ അവർ കൊള്ള നടത്തിയാണ്. ഒരു ATMൽ കൊള്ള നടത്തി അടുത്ത ATMൽ അരമണിക്കൂർ ഗ്യാപ്പിൽ, അതായത് വെളുപ്പിനെ 3:02 കൂടിയിട്ടാണ് ആ ഒരു ATMൽ കൊള്ള നടത്തിയിട്ടുണ്ടായിരുന്നത്. സെയിം മാർഗ്ഗങ്ങളായിരുന്നു അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുഖംമൂടിധാരികളായിട്ടുള്ള വ്യക്തികൾ ആദ്യം ഈ ഒരു കറുത്ത സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് CCTVയിൽ അടിക്കുന്നു. അതിനുശേഷം ഗ്യാസ് കട്ടർ വെച്ച് കട്ട് ചെയ്ത് ഈ പൈസ വെച്ചിരിക്കുന്ന ചേമ്പറിൽ നിന്ന് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നല്ലേ. അവിടുന്ന് കൊള്ളസംഘം നേരെ പോയത് വടക്കാഞ്ചേരി വഴി കോലഴിയിലേക്കാണ്. കോലഴിയിൽ 3:30 അടുത്ത ATMും ഇവർ കൊള്ളയടിക്കുകയാണ് സെയിം മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച്. അതായത് 1 മണിക്കൂർ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ 26 കിലോമീറ്റർ ചുറ്റളവിലുള്ള പരിധിയിലുള്ള 3 ATMകൾ വളരെ തന്ത്രപരമായിട്ട് ഹൈലി പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള രീതിയിൽ അവർ കൊള്ളയടിച്ചിരിക്കുന്നു. ആ സംഘം നിസാരമല്ല. ഇത് പോലീസ് ശക്തമായിട്ട് പെട്ടെന്ന് തന്നെ ഇടപെടുകയാണ്. കാരണം ATM കൊള്ളകൾക്ക് വരുന്നൊരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ ഇവർ ഈ സംസ്ഥാനം വിട്ട് പുറത്തു പോകും. പിന്നെ ചിലപ്പോൾ രാജസ്ഥാനിലേക്ക് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിടികൂടുക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. ഇതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം എന്നുള്ളത് 2021 കണ്ണൂർ ഇതുപോലുള്ള ഒരു ATM കൊള്ള നടന്നിട്ടുണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 5 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റു പല സ്ഥലങ്ങളിലും എത്തിയിട്ടുണ്ടായിരുന്നുകൊണ്ട് അവരെ പിടികൂടാൻ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അത് സംഭവിച്ചില്ല. ഇവിടെ പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം കിട്ടുകയും പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഈ 3 ATMകളിൽ നിന്നായിട്ട് കവർച്ചാ സംഘം കവർന്നത് 65 ലക്ഷം രൂപയോളമാണ്. ഏകദേശ കണക്കാണ്. അതിന്റെ ഒഫീഷ്യൽ കണക്കുകൾ ബാങ്കുകൾ കൃത്യമായിട്ട് പുറത്തുവിടേണ്ടി വരും, അതിന്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എന്തായാലും വാർത്തകളിൽ വരുന്നത് 65 ലക്ഷം രൂപ എന്നാണ്. കവർച്ചയ്ക്ക് ശേഷം ഇവർ നടത്തറ വഴി നേരെ മണ്ണൂത്തി ദേശീയപാതയിൽ നാഷണൽ ഹൈവേയിൽ എത്തുകയാണ്. അവിടെ വെച്ച് ഇവർ ചെയ്തൊരു കാര്യം എന്തെന്നാൽ, ഒരു കണ്ടെയ്നർ ഇവർ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. SK ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കണ്ടെയ്നർ ആയിരുന്നു. ആ കണ്ടെയ്നറിലേക്ക് ഇവരുടെ ക്രിസ്റ്റ കാർ ഇവർ കയറ്റുകയാണ്. കാറുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, അത് വയ്ക്കാൻ സംവിധാനമുള്ള ഒരു കണ്ടെയ്നർ ആയിരുന്നു. പിന്നീട് ഇവർ സഞ്ചരിച്ചത്, ഈ കൊള്ളസംഘം പോയിട്ടുണ്ടായിരുന്ന ഈ കണ്ടെയ്നറിലായിരുന്നു. അപ്പോൾ ഇവിടെ ഹൈലി ട്രെയിൻഡും ഹൈലി പ്രൊഫഷണൽ സംഘങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവരിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, പോലീസ് പെട്ടെന്ന് തന്നെ നോക്കുന്ന എന്താണ്, ഈ ഒരു ക്രിസ്റ്റ കാർ 2 മണിക്കും 4 മണിക്കും ഏതെങ്കിലും ടോൾ പ്ലാസകൾ കടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെയിൻ CCTV ഇതൊക്കെ കടന്നിട്ടുണ്ടോ. അതായത് മൊത്തം CCTV വിഷ്വലാണ് പോലീസ് ആദ്യം പരിശോധിച്ചുകൊണ്ടിരുന്നത് 2 മണിക്കും 4 മണിക്കും ഇടയിലുള്ളതല്ലേ. പക്ഷേ ഈ കാറ് കിട്ടുമോ? കിട്ടൂല. കാരണം മണ്ണൂത്തി നാഷണൽ ഹൈവേയിൽ എത്തിയപ്പോഴേക്കും ഇവർ ഈ കാറ് കണ്ടെയ്നർ കയറ്റിയിട്ട് പിന്നീട് കംപ്ലീറ്റ് യാത്ര കണ്ടെയ്നറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കാൻ പാടായിരുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കേരള പോലീസ് കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു സാധ്യതയെ പറ്റി ചിന്തിച്ചില്ലെന്ന്. തെറ്റാണ്. കാരണം 2021 കണ്ണൂർ സംഭവം അങ്ങനെയായിരുന്നു. അപ്പോൾ കേരള പോലീസിന് മുമ്പിൽ ഒരു പാഠമായിട്ട് കണ്ണൂർ സംഭവം കിടക്കുന്നുണ്ട്. പക്ഷേ CCTVയിൽ കണ്ടെയ്നറുകൾ നോക്കിയിട്ട് കാര്യമില്ല. 100 കണക്കിന് കണ്ടെയ്നറുകൾ, മെയിനായിട്ട് വെളുപ്പാൻ കാലത്ത് തന്നെയാണ് കണ്ടെയ്നർ പോകുന്നത്. കാരണം സുഗമമായിട്ട് യാത്ര ചെയ്യാം, റോഡിൽ തിരക്ക് കുറവാണല്ലേ. അതുകൊണ്ട് ഏത് കണ്ടെയ്നറാണെന്ന് പറഞ്ഞ് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പർട്ടിക്കുലർ കാറിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കണ്ടെയ്നറുള്ള സാധ്യത പോലീസ് മനസ്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ആദ്യം തന്നെ എത്തിച്ചേർന്നൊരു നിഗമനം, ഹൈലി പ്രൊഫഷണൽ ടീമാണ്, ഇതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടുള്ള ഒരു ടീമാണ്. അതൊരിക്കലും കേരളത്തിലെ വ്യക്തികൾ ചെയ്യുന്ന തരത്തിലല്ല. അത് അന്യ സംസ്ഥാനത്തേക്ക് ബേസ് ചെയ്താണ്, നോർത്ത് ഇന്ത്യ ബേസ് ചെയ്താണ് ഇങ്ങനത്തെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലേ. അപ്പോൾ ഇവരൊരിക്കലും കേരളത്തിൽ നിൽക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ കഴിയുന്നത്ര വേഗത്തിൽ
വേഗത്തിൽ ഇവർ സംസ്ഥാനം കടക്കാനുള്ള സാധ്യതയാണുള്ളത്. സംസ്ഥാനം ഒന്ന് കടക്കാൻ സാധ്യത ഏതാണ്? കർണാടകയാണെങ്കിൽ അങ്ങ് കണ്ണൂർ, കാസർഗോഡ് അവിടെ കൂടെ പോകേണ്ടി വരും. അതൊരിക്കലും സാധ്യമല്ല. ഇത് തൃശ്ശൂരാണ് ഈ സംഭവം നടക്കുന്നതല്ലേ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പെട്ടെന്ന് കടക്കാൻ പറ്റുന്ന അന്യ സംസ്ഥാനം എന്നുള്ളത് തമിഴ്നാടാണ്. നേരെ കോയമ്പത്തൂർ വഴി അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ആദ്യം തന്നെ ചെയ്ത കാര്യം എന്തെന്നാൽ അവർ കേരളത്തിലും എല്ലായിടത്തും ചെക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്രയും സീരിയസ് ആയിട്ട് ഈ ഹയർ റാങ്ക് ഉദ്യോഗസ്ഥർ നേരെ തമിഴ്നാട് പോലീസിനെ ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. തമിഴ്നാട്ടിലെ 8 ജില്ലകളായിരുന്നു കേരള പോലീസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ഈ ഒരു സമയം കൊണ്ട് ആ ജില്ലകളിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ, എത്ര വേഗത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും. അപ്പോൾ ഈ ജില്ലകളിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും വാഹന പരിശോധന നടത്തണം എന്നൊരു റിക്വസ്റ്റ് ആണ് വെച്ചത്. അത് പ്രകാരം അവിടുത്തെ പോലീസുകാരെല്ലാം തന്നെ വാഹന പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തി വരികയായിരുന്നു. പ്രത്യേകിച്ചും ഈ കണ്ടെയ്നറുകളുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരള പോലീസ് കേരളത്തിൽ സാധ്യതകളാണല്ലോ, കേരളത്തിൽ ചിലപ്പോൾ കാണാം, തമിഴ്നാട്ടിലും കാണാം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ അന്വേഷിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൃത്യമായിട്ട് അന്വേഷണങ്ങളും ബാക്കി CCTV ഫുട്ടേജുകളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കേരള പോലീസിന് തമിഴ്നാട് പോലീസിന്റെ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നത്. തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന പ്രദേശത്തിന്റെ പരിസരത്ത് വെച്ച് ഇങ്ങനെ ഒരു ലോറി, കണ്ടെയ്നർ ലോറി കാണുകയും അത് ഞങ്ങൾ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കേരള പോലീസ് ജസ്റ്റ് എന്താ ചിന്തിച്ചത്, ഇങ്ങനെ ഒരു വാഹന പരിശോധനയിൽ കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ. പക്ഷേ പിന്നീട് പുറത്തു വന്ന വാർത്തകൾ സിനിമാ കഥകളെ വെല്ലുന്നത് തന്നെയായിരുന്നു. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തമിഴ്നാട് പോലീസ് വാഹന പരിശോധനകൾ നടത്തുന്നൊക്കെയുണ്ട്. പക്ഷേ അവർ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ ഒരു വെള്ള ക്രിസ്റ്റ കാറായിരുന്നു. കണ്ടെയ്നറുകൾ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടിയിട്ട് 100 കണക്കിന് കണ്ടെയ്നറുകൾ വരുന്ന റോഡാണ് ഈ കോയമ്പത്തൂർ റോഡ് എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം അത്രത്തോളം സുഖമായിട്ട് കണ്ടെയ്നറുകൾക്ക് പോലും പാഞ്ഞു പോകാൻ പറ്റും അല്ലേ. അപ്പോൾ ഒരു പരിധിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയിട്ട് ഈ കണ്ടെയ്നറിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് സംശയമില്ലാന്ന് തോന്നുന്നതൊക്കെ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളക്കാരനെ ഫോക്കസ് ചെയ്തു. അങ്ങനെ SK ലോജിസ്റ്റിക്സിന്റെ കണ്ടെയ്നർ കോയമ്പത്തൂർ ഈ റോഡ് കഴിഞ്ഞ് നാമക്കലിലേക്ക് പോകുന്ന വഴിക്ക് മറ്റൊരു പരിശോധന വരികയാണ്. അവിടെ കണ്ടെയ്നർ തുറന്നു കാണണമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇവരെന്താണ് ചെയ്തത്, സാധാരണ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ പെട്ടെന്ന് വണ്ടിയെടുത്ത് ഇവരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കിടിച്ച് തെറിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ 2 പോലീസുകാരല്ലേ ഉള്ളൂ. അവർ പെട്ടെന്ന് തന്നെ ഈ കണ്ടെയ്നറിനെ ചേസ് ചെയ്യുകയാണ്. ബാക്കിയുള്ള പോലീസുകാർക്കൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഒരു അറിയിപ്പ് പ്രകാരം നമുക്ക് ആ വീഡിയോയിലൊക്കെ കാണാം 30 പോലീസ് അംഗങ്ങളാണ് ബൈക്കിൽ ഈ ഒരു കണ്ടെയ്നറിനെ ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പലയിടത്തു നിന്നായിട്ട്, പല പോലീസ് സ്റ്റേഷനിൽ നിന്നായിട്ട് ഒരുപാട് ജീപ്പുകൾ അതിനെ ചേസ് ചെയ്യുന്നൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഇത് പോകുന്ന വഴിക്ക് സംഭവിച്ച മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് നിർത്താൻ പറ്റുന്നില്ല. വലിയ ദേശീയ ഹൈവേ ആണ്, പെട്ടെന്ന് അങ്ങനെ നിർത്താൻ പറ്റുന്നൊന്നുമല്ല. ഹൈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് പല വണ്ടികളെ ഇത് ഇടിക്കുന്നുണ്ട്. 6 ബൈക്കുകളെയും 2 കാറുകളെയും ഒക്കെ ഇടിച്ചു തെറിപ്പിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നാട്ടുകാർ വലിയ പ്രശ്നമുണ്ടാക്കിയാണ്. കാരണം ഈ സ്കൂൾ സമയമായിരുന്നു. രാവിലെ ഏകദേശം 9:20 കൂടിയിട്ടൊക്കെയാണ് ഈ ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ ഈ ഒരു വണ്ടി ഇടിക്കാൻ പോവുകയാണ്. അവർ തലനാടിരിക്കാണ് ആ പിഞ്ച് കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിട്ട് നാട്ടുകാർ മൊത്തം, അവിടെ സമീപവാസികളെല്ലാം തന്നെ ഈ ഒരു വണ്ടിയെ ചേസ് ചെയ്യുകയാണ്. ആ ഒരു വിഷ്വലൊക്കെ നമുക്ക് വാർത്തകളിൽ കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഇതിനെ വലിയ ചേസിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. നാട്ടുകാർ ഇതിൻ്റെ മുമ്പിൽ പോയിട്ട് പുറകിലിരുന്ന് കല്ലെറിയുന്നുണ്ട്, ചില്ല് വെച്ചിട്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ശേഷം വേറെ കുറച്ച് വണ്ടികൾ അതിന് മുമ്പിൽ പതുക്കെ കൊണ്ടുപോയി ബ്ലോക്കൊക്കെ വയ്ക്കുകയാണ്. എന്തായാലും കുറെ പരമാവധി കണ്ടെയ്നർ ഓടിച്ച വ്യക്തി എല്ലാത്തിനും ഇടിച്ചു തെറിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും അവസാനം ഇവർക്ക് വണ്ടി നിർത്തേണ്ടി വന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കും വണ്ടി നിർത്തി അവിടെ കീഴടങ്ങി എന്നല്ലേ, കാരണം ഇത്രയും പോലീസുകാരും നാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സിനിമ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. അവർ വണ്ടി നിർത്തി. ഈ ഒരു കൊള്ളസംഘത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, മറ്റു ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കത്തിയും വടിവാളും ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഇവര് നാട്ടുകാരെയും അവിടെ ഉണ്ടായിരുന്ന, അതായത് പുറമേ വന്നിട്ടുണ്ടായിരുന്ന പോലീസുകാരെയും ഒക്കെ നേരിടുകയാണ്. ഈ ഒരു ആക്രമണത്തിൽ 2 പോലീസുകാർക്ക് കത്തിക്കുത്തേൽക്കുകയാണ്. അവരിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, ചികിത്സ എടുക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പോലീസുകാർക്ക് കുത്തേറ്റു. പുറമെ മറ്റൊരു പോലീസിന്റെ ടീം തന്നെ ഉണ്ടായിരുന്നല്ലേ. ഇവർ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, 2 പോലീസുകാർ ചോരയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു, കത്തിക്കുത്തേറ്റ് നിൽക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ മറ്റേ തോക്കുള്ളവനുണ്ട്. ഒരുത്തിന് ഇത്തരം പോലീസുകാർ വരുന്നതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവനെ പോലീസുകാർ വെടിവെച്ചിടുകയാണ്. വെടിവെച്ച് അവനെ കൊന്നു. മറ്റ് കത്തിയുമായിട്ട് നിന്ന് ഒരുത്തന്റെ 2 കാലിലും വെടിവെച്ചിടുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് കുമാരപാളയത്തിനടുത്തുള്ള പച്ചപ്പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഈറോഡ് നാമക്കലിന് ആ ഒരു ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. എന്തായാലും ഒരുത്തനെ വെടിവെച്ച് കൊന്നു, ഒരുത്തന്റെ 2 കാലിലും വെടിവെച്ചു. മൊത്തം കൂടെ ഈ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് 6 പേരാണ്. അതിലൊരുത്തൻ കണ്ടെയ്നറിന്റെ ക്ലീനറാണ്. അപ്പോൾ 5 പേര് കൊള്ളസംഘത്തിൽ തന്നെയായിരുന്നു. മറ്റേ കൊള്ളസംഘത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ പോലീസുകാർക്ക് ആദ്യം ഇവര് കേരളത്തിൽ നിന്ന് കൊള്ള നടത്തിയിട്ടുള്ള കൊള്ളസംഘമാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഹിറ്റ്
ഹിറ്റ് ആൻഡ് റൺ കേസ്, അത് കഴിഞ്ഞിട്ട് ഒരു വയലന്റ് അറ്റാക്ക്, ഒരു പോലീസുകാരനെ കത്തിക്ക് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു, 2 പോലീസുകാരെ അല്ലേ, അങ്ങനത്തെ ഒരു ക്രിമിനൽ സംഘമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു കണ്ടെയ്നർ തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ക്രിസ്റ്റ കാർ കാണുകയും അതിൻ്റെ അകത്ത് ഈ ഒരു 65 ലക്ഷം രൂപ കണ്ടെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഒരു സിനിമാറ്റിക് ആയിട്ട്, അതായത് എവിടും തുടങ്ങിയതാണ്. കുറച്ച് പോലീസുകാർ ആദ്യം ബൈക്കിൽ വരുന്നു, പിന്നീട് കുറേ അവർ വിളിക്കുന്നു, കുറേ പോലീസുകാർ വീണ്ടും വരുന്നു, മറ്റ് പോലീസുകാർ ജീപ്പുകളിലും വലിയ വണ്ടികളിലൊക്കെ ആയിട്ട് വരുന്നു. ആകെ ഇവരെ പൂട്ടി ഒരുത്തനെ വെടിവെച്ച് കൊന്നു തമിഴ്നാട് പോലീസ്. ഒരുത്തൻ്റെ 2 കാലുകളും വെടിവെച്ചു. അപ്പോൾ വലിയൊരു സംഭവം തന്നെയായിരുന്നു അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ വിവരമാണ് നമ്മൾ പിന്നീട് വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കൊള്ള നടത്തിയ സംഘത്തെ തമിഴ്നാട് ഈ ഒരു കുമാരപാളയം അല്ലെങ്കിൽ പച്ചപ്പാളയത്തൊക്കെ വെച്ച് തമിഴ്നാട് പോലീസ് പിടികൂടി എന്നുള്ളത്. ഈ കണ്ടെയ്നർ സഞ്ചരിച്ചിരുന്നത് ദേശീയപാതയിലൂടെ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് അവർ വഴിതിരിഞ്ഞ് പള്ളിപ്പാളയം അവിടുത്തെ ഒരു കോളേജ് റോഡൊക്കെ വഴി പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തെന്നാൽ ഈ പ്രദേശത്ത് അന്യസംസ്ഥാനത്തു നിന്നുള്ള ഒരുപാട് ലോറികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ ആലുവ കണ്ടെയ്നർ റോഡ്, അവിടേക്ക് ഒരുപാട് കണ്ടെയ്നറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കണ്ടില്ല. അതുപോലെ തന്നെ അന്യസംസ്ഥാനത്തു നിന്നുള്ള ഒരുപാട് ലോറികൾ ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇടയിലേക്ക് കൊണ്ട് കയറ്റാമെന്നൊക്കെ ഇവർ വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ നാട്ടുകാർ തൊട്ട് പുറമെ തന്നെ ഉണ്ടായിരുന്നു, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ദേശീയപാതയിലേക്ക് കയറിയിട്ട് ചെയ്സും ഒക്കെ ബാക്കി ഈ സംഭവങ്ങളും സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ചെയ്സും വെടിവെപ്പും ഒക്കെ നടക്കുന്നത്. കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും അവിടുത്തെ നാട്ടുകാരുടെയും ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലം നമുക്ക് ഇവരെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമാണ്. ഇവർ ഹരിയാന സ്വദേശികളാണ്. ഇവരൊക്കെ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ തന്നെ ഹരിയാനയിലെ ഏതെങ്കിലും കുഗ്രാമങ്ങളിലായിരിക്കും ഉള്ളത്. നമ്മളിപ്പോൾ തീരണധികാരം 1 കണ്ട പോലെ തന്നെ ഇവർ അവിടുന്ന് ഗ്രാമത്തിൽ നിന്ന് ഇതിനു വേണ്ടി ഇങ്ങോട്ട് വരികയും ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. അവിടെ ചെന്നൊക്കെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിടിച്ചിട്ടുള്ള സംഭവമാണല്ലോ തീരണധികാരത്തിൽ പറയുന്നതല്ല. പക്ഷേ അത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ അത് കയറുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് വിവരം കിട്ടും. ഇനി ഇവിടുന്ന് പോലീസുകാർ വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യപ്പെടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങോട്ട് കടന്നിരുന്നെങ്കിലും ഈ സംസ്ഥാനങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു, തമിഴ്നാടൊക്കെ വിട്ട് വേറെ വഴിക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു, പൈസ നഷ്ടപ്പെട്ടു. ഇത്ര വലിയ ക്രിമിനൽ സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചിട്ട് പോയത്. അവന്മാരൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ പോലീസുകാരുടെയും, അതായത് തമിഴ്നാട് പോലീസ്, കേരള പോലീസ്, നാട്ടുകാരുടെയും ഒക്കെ ഇടപെടൽ മൂലം അവരെ പിടിക്കാൻ പറ്റി എന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ അടുത്ത നടപടികൾ എന്തെന്നാൽ സാധാരണത്തിൽ എന്താ സംഭവിക്കുക, തമിഴ്നാട് പോലീസ് കേരള പോലീസിന്, അതായത് തൃശ്ശൂർ പോലീസിന് ഈ ഒരു പ്രതികളെ കൈമാറുന്ന ഒരു ഘട്ടമാണ് അവിടെ ഉള്ളത്. പക്ഷേ മറ്റൊരു പ്രശ്നം സംഭവിച്ചത് ഈ തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് ഈ ക്രൈം എല്ലാം നടന്നിരിക്കുന്നത്. ഒരാളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, ഒരാളുടെ 2 കാലിലും വെടിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടൊരു പ്രൊസീജിയറുണ്ട്. കൃത്യമായിട്ട് അവർക്ക് എക്സ്പ്ലനേഷനൊക്കെ എഴുതി കോടതിയിലേക്കും മറ്റ് അധികാരികളിലേക്കും ഒക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇവരെ വിട്ടുകിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒരാളിപ്പോൾ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണല്ലോ, മറ്റ് 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇനി അവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള മറ്റ് ATM കൊള്ളകൾക്ക് പിന്നിൽ ഇവരാണോ, അതായത് രാജ്യവ്യാപകമായിട്ട് സഞ്ചരിച്ച് ഇതുപോലെ കൊള്ള നടത്തുന്ന ഒരു സംഘമാണ്, ആരാണ് ഇവർ, എന്താണ് ഇവർ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇവരുടെ ജോലി എന്താണ്, ഇവർ എന്തെങ്കിലും തീവ്രവാദ സംഘടനകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവരെ ചോദ്യം ചെയ്ത് വിശദമായിട്ട് അന്വേഷിച്ചാൽ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പോൾ ഏറ്റുമുട്ടലിലൂടെ ഒരാൾ കൊല്ലപ്പെട്ട നിലയിലൊക്കെ പെട്ടെന്ന് ഇവരെ ഇങ്ങോട്ട് വിട്ടുകിട്ടുമോ എന്നുള്ള കാര്യം ഒരുപാട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കിട്ടും, പക്ഷേ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പൈസ തിരിച്ചു കിട്ടി, പൈസയൊക്കെ കോടതി വഴി തന്നെ ബാങ്കിലേക്ക് എത്തും, അതിനൊന്നും പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നിലവിൽ തൃശ്ശൂർ നടന്നിട്ടുള്ള ATM റോബറിയായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരം ഉറപ്പായിട്ടും പുറത്തു വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.